ഹായ്, നവകേരളം വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നവകേരളം വ്ലോഗുമായിട്ട് നമ്മൾ നിൽക്കുന്നത് കുമരകത്താണ്. വാട്ടർ ടൂറിസത്തിന് പേര് കേട്ട നമ്മുടെ സ്വന്തം കുമരകം. ഈ കുമരകത്തിന് ഒരു പ്രത്യേകതയുണ്ട്, റെസ്പോൺസിബിൾ ടൂറിസം. കേട്ടിട്ടുണ്ടോ? ഉത്തരവാദിത്ത ടൂറിസം. എന്താണ് റെസ്പോൺസിബിൾ ടൂറിസം? എന്താണ് ഉത്തരവാദിത്ത ടൂറിസം? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരുന്നാലും നമ്മുടെ സർക്കാർ തുടങ്ങി വെച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉത്തരവാദിത്ത ടൂറിസം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസമാണ് നമ്മുടെ കുമരകത്തുള്ളത്. ഇപ്പോ നിലവിൽ 2 ദേശീയ അവാർഡുകൾ വരെ കുമരകം കരസ്ഥമാക്കി കഴിഞ്ഞു. എന്താണ് റെസ്പോൺസിബിൾ ടൂറിസം? എങ്ങനെയാണ് ഈ അവാർഡുകളൊക്കെ കിട്ടിയത്? നമ്മുടെ സർക്കാർ എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാക്കി എടുത്തത്? നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ? എന്നാൽ വരൂ, നമുക്ക് നേരെ കുമരകത്തെ കാഴ്ചകളിലേക്ക് പോകാം. റെസ്പോൺസിബിൾ ടൂറിസം, നാടിനെയും നാട്ടുകാരെയും എങ്ങനെയാണ് ഒരു ടൂറിസത്തിന്റെ ഭാഗമാക്കി സർക്കാർ നിലനിർത്തിയത്? വരൂ. രാവിലെ ഒരു മുത്തച്ഛൻ അവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നത് കണ്ടായിരുന്നോ? ഈ ഉത്തരവാദിത്ത ടൂറിസത്തിൽ മറ്റൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ആ മീൻ പിടിക്കുന്ന അവിടെ നമുക്ക് പോയിട്ട് ചൂണ്ടയിടുന്ന കണ്ടില്ലേ? അത് നമുക്ക് പോയി ടൂറിസ്റ്റുകളായിട്ട് പോയിട്ട് ഈ മുത്തച്ഛൻ്റെ ഒപ്പം നമുക്ക് ചേരാൻ പറ്റും. അവിടെ ചെന്നിരുന്നിട്ട് ഈ മീൻ എങ്ങനെയാണ് പിടിക്കുന്നത്, ആ മീൻ പിടിക്കുന്നതിന്റെ ടൈമിംഗ് എന്താണ്, അതൊക്കെ ആസ്വദിച്ച് നമുക്ക് അവിടെ ചേരാൻ പറ്റും. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊക്കെ കണ്ടും ചിലവഴിച്ചൊക്കെ അവരോടൊപ്പം സഞ്ചരിക്കാം. ടൂറിസത്തിന്റെ ഓരോ സാധ്യതകൾ നോക്കിയേ. ഓരോരുത്തരും അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഓരോ വീട്ടുകാരും ഇങ്ങോട്ട് ഫേസ് ചെയ്ത് പൂക്കളും വലിയ വലിയ പൂന്തോട്ടവും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതുവഴി പോകുന്നവർ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടേ പോകണം. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ചകൾ! ആഹാ, ഇവിടെ ഓരോ ക്ലൈമറ്റിൽ നമ്മൾ എത്തണം കേട്ടോ. മഴ, മഞ്ഞ്, വെയിൽ എല്ലാം വന്ന് ആസ്വദിക്കണം. എത്ര മനോഹരം അല്ലേ നമ്മുടെ കുമരകം! ഒരു കാര്യം അറിയാവോ? നമ്മുടെ കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അത് എന്തിനായിരുന്നു അറിയാവോ? ഈ റെസ്പോൺസിബിൾ ടൂറിസം നടപ്പിലാക്കിയതിന്. സ്ത്രീ സൗഹൃദ സുരക്ഷിത ടൂറിസം, അതുകൊണ്ട് ശ്രദ്ധേയമാണ് നമ്മുടെ ഈ കുമരകം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കുമരകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ത്രീകൾ കുമരകം കാണാൻ അതുകൊണ്ട് തന്നെ എത്തുകയാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം നമ്മുടെ പ്രാദേശികവാസികൾ വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആമ്പൽപ്പൂ പറിച്ച് അതിലൊരു മാല ഉണ്ടാക്കി കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു അല്ലേ? എല്ലാം നമ്മുടെ പ്രകൃതി വെൽക്കം ചെയ്യുന്നു. സാധിച്ചോ? ഇവിടെ എന്താണ് നമുക്ക് കാണാനുള്ളത്? നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ കയറുപിരുത്തമാണ് ഇവിടെ ഉണ്ട്. കയറുപിരുത്തം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രാദേശികവാസികളുടെ ഒരു തൊഴിലാണ്, പഴയ തൊഴിലായിരുന്നു. അതിൽ നിന്ന് ഇപ്പം കേരള റെസ്പോൺസിബിൾ ടൂറിസം ഈ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ പുതിയ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ ഇതിപ്പം ഇംപ്രൂവ്മെന്റ് ചെയ്ത് നടത്തുന്നു. നമ്മൾ ആ കയറുപിരുത്തം ടൂറിസമായി എങ്ങനെ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് നേരിട്ട് തന്നെ കാണാം അല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. ചേട്ടാ, ഇത് നമ്മുടെ തേങ്ങ മടലാണ്. ഇത് 6 മാസം ഇത് വെള്ളത്തിലിടണം. തേങ്ങയുടെ തൊണ്ട് പറ്റിക്കില്ല തന്നെ. 6 മാസം വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് അലിഞ്ഞു കഴിയുമ്പം ഇത് ഒരു സ്റ്റിക്ക് വെച്ച്, അത് വടി വെച്ച് അടിച്ച് അത് അലിയിപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ ചകിരി നാരായിട്ട് കിട്ടും. അത് എന്നിട്ട് റാടയിൽ പിരിച്ചെടുക്കുകയാണ്, കയറാക്കുകയാണ്. പണ്ട് അത് ചെയ്തിരുന്നു. ഇന്ന് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അല്ലേ?
അതായത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതിൽ വന്നത് പങ്കെടുക്കാം? എങ്ങനെയാണ് കയറുണ്ടാക്കുന്നത്? അതിന്റെ ഞങ്ങൾ ആദ്യമേ അവരെ പിരിച്ചു കാണിക്കും, കയറുണ്ടാക്കി കാണിക്കും. അത് കഴിയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അന്നേരം അവരും ഞങ്ങളുടെ കൂടെ ഒപ്പം ചെയ്യും. അപ്പൊ ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല താല്പര്യം അതിനോട്. ഓക്കെ. ഇത് കേട്ടപ്പോ എനിക്ക് ഒരു താല്പര്യം തോന്നി. നമുക്ക് ഇതങ്ങ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഓ, ഇത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് എളുപ്പത്തിന് വേണ്ടിയായിരിക്കും അല്ലേ? ഇപ്പൊ ഇതെല്ലാം ഇലക്ട്രിക് മെഷീൻ ആയല്ലേ? പണ്ടിങ്ങനെ വലിയ ഇതൊക്കെ കറക്കണമായിരുന്നു. പണ്ടൊക്കെ ഓണത്തിനൊക്കെ ഊഞ്ഞാലിടാൻ നമ്മള് ഇങ്ങനെയൊക്കെ കയറുണ്ടാക്കുമായിരുന്നു അല്ലേ? എനിക്കതൊക്കെ ഓർമ്മ വന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് അവരെയൊക്കെ കൊണ്ട് നിങ്ങൾ കുമരകത്തേക്ക് ഇറങ്ങണം കേട്ടോ. നമ്മുടെ സർക്കാർ നമ്മുടെ പുതിയ തലമുറയെ ഒരുപാട് രീതിയിൽ അവരുടെ ചിന്തകളും അവരുടെ ആക്ടിവിറ്റീസിനും ഒക്കെ പ്രചോദനം നൽകുന്ന രീതിയിലാണ് ഇവിടെ ഈ ഉത്തരവാദിത്ത ടൂറിസം നടപ്പിലാക്കിയിരിക്കുന്നത്. കണ്ടോ? ഇവിടുന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വന്നോളൂ അല്ലേ? അത് നമ്മുടെ ഒരു ടാലന്റ് ആയിരിക്കും അല്ലേ? കൈയുടെ ബാലൻസ് ആണ്. വാ, അഞ്ചു ശരിക്കും ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റുകൾ വരുമ്പോ അല്ലേ ഇത് ചെയ്തു കൊടുക്കുന്നു. ഇതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റം എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ഉത്തരവാദിത്ത ടൂറിസം കൊണ്ട്? ഉത്തരവാദിത്ത ടൂറിസം കൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു ജോലി ഇതിൽ നിന്ന് നേടാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് സന്തോഷമാണ്. ഇതുവഴി വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നു, നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, അവർ നമ്മുടെ ഒരു അല്ലേ സ്വയം തൊഴിൽ പഠിച്ചു പോകുന്നു. ഓ, അത് നിങ്ങളും ഒരു കുടുംബത്തിലൊരു വരുമാനമായി മാറി. ഇതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിലെ പ്രാദേശികവാസികളുടെ പങ്ക്. ഇനി നമുക്ക് ഈ കയറ് തന്നെ കൈകൊണ്ട് പിരിക്കുന്നതാണ്. ഇതിപ്പോ നമ്മൾ മെഷീൻ വെച്ചല്ലേ കണ്ടത്. ഇത് പണ്ട് ചെയ്തിരുന്നത് എങ്ങനെ? അത് ഇവിടെ ഒരു അമ്മയുണ്ട്, ആ അമ്മ അത് ചെയ്യുന്നു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ചോദിച്ചാൽ മതി, പണ്ട് ഇങ്ങനെ അല്ലല്ലോ നിങ്ങൾ ചെയ്തത്. അത് കാണാം, അമ്മ അതാ വരുന്നു. അമ്മേ, അമ്മയുടെ പേരെങ്ങനെയാണ്? അല്ലി. അല്ലി. ആ, അടിപൊളി. നമ്മുടെ ആ അമ്പലം അല്ലേ, അമ്പലിലൊക്കെ അല്ലി ഉണ്ടെന്ന് പറയും. അതിന്റെ കരയിൽ വന്നപ്പോ അല്ലി അമ്മയെ കണ്ടു. അമ്മ ഇത് കൈ കൊണ്ട് കയർ പിരിക്കാൻ പോകണം അല്ലേ? അത് നമുക്ക് കാണാം, നമുക്ക് കണ്ട് പഠിക്കാം. അപ്പൊ അമ്മേ, നമുക്ക് തുടങ്ങിയാലോ? എത്ര പെട്ടെന്നല്ലേ മെഷീൻ. ഞാൻ മെഷീനിൽ എടുത്ത സമയം കൊണ്ട് അമ്മ കൈ കൊണ്ട് കയറുണ്ടാക്കി തുടങ്ങി. ഇത് പണ്ട് ഈ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പും നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർ വരുമാനം ഉണ്ടാക്കിയതല്ലേ, ഈ കയർ നിർമ്മിച്ചതല്ലേ, ഇങ്ങനെ ആയിരുന്നല്ലേ? ഇത് നോക്കി, അമ്മ കൈ കൊണ്ട് കയറ് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി തന്നു. അതും അവിടെ ഇരുന്നുകൊണ്ട് അമ്മ എത്ര സമയം അവിടെ ഇരിക്കുവോ അത്രയും നീളത്തിൽ ഈ കയറ് പോകും. ഇതേ നോക്കിയേ, എന്തൊക്കെയല്ലേ, ഒരു അത്ഭുതം തന്നെ. വാ, ഇതുവഴി പോകുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ് കേട്ടോ. നമ്മുടെ കുമരകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിച്ച സ്ഥലമാണ് നമ്മുടെ കുമരകം. ലോകം ശ്രദ്ധിച്ച കേരള മോഡൽ റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ എല്ലാ മാതൃകകളും നമ്മുടെ ഈ കുമരകത്തിന്റെ സംഭാവനയാണ്. ഈ ഉത്തരവാദിത്ത ടൂറിസത്തെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ബദൽ വിനോദസഞ്ചാര മാതൃകയാണ്. ഒരു പ്രദേശത്തെ അവിടുത്തെ തദ്ദേശവാസികളായ ജനങ്ങൾക്ക് നന്നായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമായി മാറ്റിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ സർക്കാർ. ഒപ്പം ഈ ടൂറിസം പദ്ധതിയുടെ ഗുണം തദ്ദേശീയരായ പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കുക എന്നതാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിയാണ്, ഇവിടെ എത്തുന്ന ഓരോ ടൂറിസ്റ്റുകളും ഇവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരും കൂടെ അതിനൊപ്പം പങ്കുചേരുകയാണ്. കുമരകത്തിലൂടെ നമ്മുടെ സർക്കാർ ജനങ്ങളെ ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ആ മെഷീൻ അല്ല. അല്ലല്ല, ഇത് വേറെ. ഇപ്പൊ എല്ലായിടത്തും ഇതുണ്ട്. ഞാൻ കയറി കാണിച്ചു തരാം. ശരി, എങ്കിലും നടന്നു പോവാണോ ചേട്ടാ? കയറി പോയത് കണ്ടോ?
തെങ്ങിന്റെ മേളിലൊക്കെ മനുഷ്യൻ നടന്നു കയറി പോകുന്നു. ഇത് നമ്മൾ അല്ലാതെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് അടുത്ത് നിന്നിട്ട് ഇതില് തേങ്ങയും പറി താഴെ ഇട്ട് തന്നു. താഴെ എത്തിയിരിക്കുകയാണ്. വാ, ഇനി താഴെ എത്തിയപ്പോഴേക്കും ചെറിയൊരു ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഏകദേശം പകുതി എത്തി കേട്ടോ. ഇത്ര എത്തിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേട്ടാ കേറിക്കോ, മതിയോ? കേറിപ്പോ ഒരു തേങ്ങ ഇട്ടിട്ട് വരാമോ? ഒരു തേങ്ങ എടുത്ത് വരാനോ? സാബുച്ചേട്ടാ, ഞാൻ കടയിൽ നിന്നൊരു തേങ്ങ വാങ്ങി തന്നാ പോരെ? ഇത് മതി. എന്തായിരുന്നാലും ഞാൻ പകുതി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി സാബുച്ചേട്ടന്റെ സഹായം ഇല്ലാതെ ഞാൻ ട്രൈ ചെയ്യട്ടെ. ഇതിങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ. ഇറങ്ങുന്ന ഫ്രോളാവും. മതി മതി മതി. അപ്പൊ ഇനി കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നത് നാട്ടുകാർ ചിരിക്കുമെന്നാ പറയണേ. കയറാൻ എളുപ്പം കേട്ടോ, ഇറങ്ങുന്നതാണ് ടാസ്ക്. അങ്ങനെ തെങ്ങി കയറാനും പഠിച്ചു. ഇത് അതെ, നമുക്ക് അടുത്ത് കൃഷിപ്പാടം കാണാൻ പോകാം. ഇതൊക്കെ ഇവിടെ ടൂറിസം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ്. ഇവിടെ എവിടെ നോക്കിയാലും പിങ്ക് കളർ ആമ്പൽപ്പൂ മാത്രമേ ഉള്ളല്ലോ. ഇതെല്ലാം കൃഷിപ്പാടങ്ങളാണ്. ഒരു വർഷത്തിൽ 2 കൃഷിയുണ്ട് ഇവിടെ. ഇത് നെൽകൃഷിയല്ലേ? ഇത് 200 ഏക്കറാണ്. കമ്മ്യൂണിറ്റിയാണ്. സ്വന്തം ഒരാളുടെ ഇങ്ങനെ ബൗണ്ടറി ബണ്ടുണ്ട്. അങ്ങ് പാടവരമ്പത്തിലൂടെ, അങ്ങനെ വരമ്പത്തിലൂടെ നമ്മുടെ കൃഷിപ്പാടം കണ്ട് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണല്ലേ. ഇവിടുന്ന് വീണ്ടും വെള്ളത്തിൽ യാത്ര തുടരാൻ പോവുകയാണ്. അപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം എന്താണ് നമ്മൾ കണ്ടല്ലോ. ഈ കണ്ടതൊക്കെ തന്നെയാണ്. ഒരു പ്രദേശത്തുള്ള പ്രാദേശികവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വന്ന് ടൂറിസം ആസ്വദിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ പ്രാദേശികവാസികൾക്ക് ഒരു വരുമാന മാർഗം കൂടെ ആകുന്ന രീതിയിലാണ് നമ്മുടെ റെസ്പോൺസിബിൾ ടൂറിസം നമ്മുടെ സർക്കാർ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആ അല്ലിയമ്മയുടെ സന്തോഷമൊക്കെ നമ്മൾ കണ്ടല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് ബോട്ട് അടുപ്പിച്ചിരിക്കുകയാണ് അല്ലേ ചേട്ടാ? കള്ളുണ്ടാക്കുന്ന സ്ഥലത്ത്. കള്ളുണ്ടാക്കുന്ന സ്ഥലം? കള്ള് ഫാക്ടറിയോ? അല്ലല്ലോ, തെങ്ങിന്ന് കള്ളെടുക്കും. തെങ്ങിന്ന് കള്ളെടുക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടാൻ പോയാണ്. അത് എടുക്കുന്നതൊക്കെ നമുക്ക് പറഞ്ഞു തരുമോ? പിന്നെ എന്നാ പിന്നെ അത് പോയി കണ്ടിട്ട് വരാം അല്ലേ. നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ യാത്രകള്. അത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ കേരളത്തിന്റെ കള്ള് ഇന്ന് ലോക പ്രശസ്തമാണ്. ചേട്ടന്റെ പേരെങ്ങനെ? എന്റെ പേര് ബൈജു. ബൈജേട്ടൻ. ബൈജേട്ടാ, ഇതിപ്പോ വളരെ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ. അപ്പൊ അത് ആൾക്കാരൊന്നും അടിച്ചോണ്ടൊന്നും പോകത്തില്ലേ? അങ്ങനെ ശൈലികളൊന്നും നമ്മൾ മലയാളികളാണല്ലേ, നമുക്ക് കാണാം എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ എടുക്കുമ്പോ ഇതിൽ ആൽക്കഹോൾ ഇല്ല കേട്ടോ, കള്ളന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൂറിസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ബൈച്ചേട്ടൻ്റെ അടുത്ത് എത്തും. ബൈച്ചേട്ടൻ ഇത് കയറി അവർക്ക് ഇത് കുറച്ച് കുടിക്കാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ കാണിച്ചു കൊടുക്കും. അത് ഇത് കണ്ടിട്ട് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ കള്ള് തരുന്ന ആ തെങ്ങിനെ സംരക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു അറിവ് കൂടെയാണ് ഈ ടൂറിസം വഴി ഇവിടെ നിന്ന് ഒരു പഠിച്ചെടുത്തത്. ഒരു പ്രകൃതി അല്ലെങ്കിൽ തെങ്ങിനെ സംരക്ഷിക്കേണ്ടതും ഉത്തരവാദിത്തമാണ്. എന്താ ഇതാണ് മധുരക്കള്ളം എന്ന് പറയണല്ലേ? ഓക്കെ ചേട്ടാ, നൈസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ സാബു ചേട്ടാ, അടുത്ത ഉത്തരവാദിത്ത ടൂറിസത്തിലേക്ക് പോയാലോ?
ചേച്ചി എന്താണ് തെങ്ങോലയാണ് പടയുന്നത് അല്ലേ ചേച്ചി? ഓല ഓല ചേച്ചിക്ക് ഇതിൽ എന്താ അവാർഡൊക്കെ കിട്ടിയില്ലേ? കിട്ടി. അതെന്തായിരുന്നു, എന്തിനായിരുന്നു? അതിന് രാജ്യത്തിന്റെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈയിടെ കിട്ടിയത് ഗ്ലോബൽ വുമൺ കോൺഫറൻസിന്റെ. കണ്ടോ ചേച്ചി, ആള് പുലിയാണ്. മൂന്നാറിലായിരുന്നു ഇതിന്റെ. ഗ്ലോബൽ വിമൻ കോൺഫറൻസ് അതിന്റെ അവാർഡാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഭാഗമായി മാറിയതുകൊണ്ടാണ് അതൊക്കെ ലഭിച്ചതെന്ന് തോന്നുന്നു. ഈ ഒരു റെസ്പോൺസിബിൾ ടൂറിസം വന്ന് അതിന്റെ ഭാഗമായപ്പോ ചേച്ചിക്കുണ്ടായ ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? എനിക്ക് എന്റെ ജീവിത മാർഗമാണ്. പിന്നെ വിദേശികൾ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഓലമടയും പാനയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവരതെല്ലാം മനസ്സിലാക്കി വളരെ സന്തോഷത്തോടെ പോകും. അതൊരു നമുക്ക് സന്തോഷം. ചേച്ചി ആദ്യം പറഞ്ഞ വാക്കാണ് എനിക്ക് ഇഷ്ടം. നമ്മുടെ ജീവിത മാർഗം കൂടെ ആയി മാറി അല്ലേ ടൂറിസം. മിഥുനത്തില് ഉർവശിയെ തട്ടിക്കൊണ്ടുപോയ പായ. അപ്പൊ ഇതാണ് ഭഗത്, റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മനോഹരമായ ഒരു ആശയം കണ്ട് സത്യത്തിൽ വണ്ടറടിച്ച് നിൽക്കുകയാണ് ഞാൻ. നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്ന ഈ ഒരു ആശയം വന്നത്? അത് നമുക്കിവിടെ ഉത്തരവാദിത്ത ടൂറിസം മൂലം നിരവധി ആളുകളാണ് ഇവിടെ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ ജീവിക്കുന്നത്. അവരുൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും ഹാൻഡിക്രാഫ്റ്റ്, നെറ്റിപ്പട്ടം, അങ്ങനെ പല ഉൽപ്പന്നങ്ങൾ നമ്മൾ ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഒരു ഇടനിലക്കാരില്ലാതെ നമ്മൾ ഹോട്ടലിലേക്ക് സാധനങ്ങൾ എത്തിക്കുകയും അതിൽ നിന്നും സാധാരണ ജനങ്ങൾക്ക് വരുമാനം കിട്ടുകയും ചെയ്യുന്നു. ഇവൻ നമ്മളിവിടെ വാഴയില, വാഴച്ചുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഹോട്ടലിലേക്ക്, നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നാട്ടിലെ സ്ത്രീകളെയും അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ നമ്മുടെ കലാരൂപങ്ങൾ, അതായത് തിരുവാതിര കളി, കോൽകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, അങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളും നമ്മൾ ഹോട്ടലിൽ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതിൽ നിന്നും അവർക്കൊരു വരുമാനവും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഹോട്ടലിൽ ഒരു കാലത്ത് ഹോട്ടലിൽ കടന്നില്ല, സ്ത്രീകൾക്കൊക്കെ ഒരു വല്ലാത്തൊരു അങ്ങനെയുള്ള സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരിട്ട് അവർ എന്നും 7 മണി തൊട്ട് മിക്ക റിസോർട്ടുകളും ഉത്തരവാദിത്ത ടൂറിസ്റ്റ് രജിസ്റ്റർ ചെയ്ത വനിതകളാണ് തിരുവാതിര കളിയും അതുപോലെയുള്ള എല്ലാ കലാരൂപങ്ങളും അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് അവർക്കൊരു വരുമാനം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വല വീശാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, നമ്മുടെ കേരളത്തിന്റെ വീശുവലയുടെ ടെക്നോളജി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചേട്ടൻ പേരെങ്ങനെ? പ്രസന്നൻ ചേട്ടൻ. അപ്പൊ നമുക്ക് ഈ വല ഒന്ന് വീശിയാലോ? നോക്കട്ടെ ഇന്ന് മീന് കിട്ടുമെന്ന്. നമുക്കിത് എങ്ങനെയാണ് എറിയുന്നതെന്നൊക്കെ കാണാം. ഇത് കാണുന്ന തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ. കിട്ടി 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 മീൻ. ചേട്ടാ ഞാൻ വീശ ഇതുപോലെ പോവോ? ഞാൻ വീശി നോക്കട്ടെ. കയറും കൂടെ ഞാൻ എറിഞ്ഞു. പക്ഷെ മീനുണ്ട് ചേട്ടാ, മീൻ. നോക്കിയേ, എനിക്ക് വലിയ മീൻ ഭാഗ്യം വന്നു. ഇതിപ്പോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി പോവല്ലോ. എനിക്ക് തോന്നുന്നു എന്റെ വല ചെന്ന് മീനിന്റെ തലയിൽ വീണ് ബോധം കെട്ട് കയറിയതാണെന്നാണ് തോന്നുന്നത്. ഈ മീൻ എന്റെ കൈ കിട്ടിയപ്പോ എനിക്ക് കിട്ടിയ ഹാപ്പി പോലെ തന്നെയാണ്. ചേട്ടനും ഹാപ്പി, ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളും ഹാപ്പി, ഉത്തരവാദിത്ത ടൂറിസത്തില് ഞങ്ങളും ഹാപ്പി. കുമരകത്തെ ഈ റെസ്പോൺസിബിൾ ടൂറിസത്തില് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇവിടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്ന ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ റിസോർട്ടുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ റിസോർട്ടുകളിൽ ചിലവാക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഡേ വിത്ത് ഫാർമർ, കർഷകനൊപ്പം ഒരു ദിവസം ചിലവഴിക്കാം. പിന്നെ കാർഷിക ഇടങ്ങൾ സന്ദർശിക്കാം. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഈ ടൂറിസത്തിന്റെ ഭാഗമായി തന്നെ ചിലവഴിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യർ നമ്മുടെ ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു റെസ്പോൺസിബിൾ ടൂറിസം വഴി
അവർ വളരെ സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരട്ടെ എല്ലായിടത്തും ടൂറിസം അല്ലേ. ഇവിടെ വരാതിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ടൂറിസം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കില്ലായിരുന്നു. ഗ്രേറ്റ്, നമ്മുടെ കേരളം. സാബുച്ചേട്ടാ, അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിർത്തി കരയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. വല്ലാത്തൊരു അനുഭവമായിട്ടാണ് കരയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് മനോഹരമായ ആശയമാണ്. ഈ ടൂറിസം ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സമ്പന്നമാവുക, അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക. എത്ര മനോഹരമായ ആശയം. ഇവിടെ ഒരു 40 ബോട്ടോളം ഇവിടെയുണ്ട്. അവര് ടേൺ വൈസാ പോകുന്നത്. ഓരോ ഗസ്റ്റ് വരുന്നത്, നമുക്ക് വരുന്ന ഗസ്റ്റ് അവര് ടേണിൽ പോവുക. എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഒന്നാമത്തെ കാര്യം, നവകേരളം വ്ലോഗിലൂടെ ഈ കുമരകത്തെ ഉത്തരവാദിത്ത ടൂറിസം എന്താണെന്ന് കാണാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാനും കഴിഞ്ഞു. മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനെ ഓർത്താണ്. സർക്കാർ ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കിയ രീതി, അതിൻ്റെ ഗുണവശങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ സന്തോഷം എല്ലാം കണ്ട ഞാൻ വലിയ സന്തോഷത്തിലാണ്. തൽക്കാലം നവകേരളം വ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഈ സന്തോഷത്തിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള ആശയങ്ങൾ ഇനിയും നമ്മുടെ സർക്കാർ പലയിടത്തും എത്തിക്കട്ടെ. എല്ലായിടത്തും സമ്പൽ സമൃദ്ധിയും എത്തട്ടെ. ഗുഡ് ലക്ക്.